ഈ പ്രസ്ഥാനത്തിൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റ് പാസ്റ്റർ വി.ഡി. ജോയ്, വൈസ് പ്രസിഡന്റ് പാസ്റ്റർ C.A. രാജൻ, ജോയിന്റ് സെക്രട്ടറി പാസ്റ്റർ K.G. സുഭാഷ്, ട്രഷറർ ബ്രദർ ജോർജ് മോഹൻ, സീനിയർ പാസ്റ്റേഴ്സായ പാസ്റ്റർ K.J. ജോസഫ്, പാസ്റ്റർ K.T. മാത്യു, മറ്റ് വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന ഏറ്റവും അനുഗ്രഹീതരായ കർത്താവിൻ്റെ ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, വിശേഷാൽ മുക്കൂട്ടുതറയിൽ നിന്ന് പ്രിയ ഷാജി പാസ്റ്റർ, പ്രിയ സോജൻ പാസ്റ്റർ, മറ്റനുഗ്രഹീതരായ കർത്തൃദാസന്മാർ കടന്നു വന്നിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ശബ്ദ വീജിയിൽ അവിടവിടങ്ങളായി സന്ദേശം ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ ശ്രോതാക്കൾ, അനുഗ്രഹീതമായ സംഗീത ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന സഹോദരങ്ങൾ, ശബ്ദ സംവിധാനം ക്രമീകരിക്കുന്ന സഹോദരങ്ങൾ, പ്രിയപ്പെട്ട ബിജോ, എല്ലാവർക്കും കർത്താവിൻ രക്ഷിതാവുമായ യേശുവിൻ്റെ വന്യപരിശുദ്ധ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദീർഘദൂര യാത്രകൾ, വിശ്രമമില്ലാത്ത ശുശ്രൂഷകൾ ഈ ചില ദിവസങ്ങളായി, ചില ആഴ്ചകളായി എന്നെ ശാരീരികമായി ഒത്തിരി അലട്ടുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശാന്തമായി ദൈവവചനത്തിൽ നിന്ന് ഒരു ചിന്ത ഈ ദേശവുമായി പങ്കുവെച്ച് എൻ്റെ വാക്കിന് പരിസമാപ്തി കുറിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം ഈ രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി വായിക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം ശബ്ദവാഹിനിയിലൂടെ ഒന്ന് വായിക്കണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. മതി. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 66 പുസ്തകങ്ങൾ അടങ്ങിയ വിശുദ്ധ വേദ പുസ്തകത്തിലെ ഏതൊരു പുസ്തകങ്ങളിലെയും അധ്യായങ്ങളിലെയും സന്ദേശം ഒരൊറ്റ വാക്യത്തിൽ ക്രോഡീകരിച്ചിരിക്കുകയാണ് യോഹന്നാൻ 3:16. അല്ല, മഹാദൈവം തന്റെ തിരുഹൃദയം മനുഷ്യ മുൻപാകെ വ്യക്തമാക്കുകയാണ് ആ വാക്യത്തിലൂടെ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിന് ദൈവം യേശുക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചെന്നാണ് മലയാള പരിഭാഷ. പക്ഷെ മറ്റ് ഭാഷാന്തരങ്ങളിൽ ലോകത്തെ സ്നേഹിച്ചെന്നല്ല, ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ വാക്യം ഒന്നുകൊണ്ട് പറയുകയാണ്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിന് ദൈവം യേശുക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. എന്നോട് ചേർന്ന ആ വാക്കിന് ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസ്നേഹത്തിന്റെ നാനാവശങ്ങൾ ഈ രാത്രി നിങ്ങളുമായി ഒന്ന് പങ്കുവെച്ചെന്റെ വാക്കുകൾക്ക് പരിസമാപ്തി കുറിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവസ്നേഹത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത അത് നിത്യസ്നേഹമാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 3-ാമത്തെ വാക്യം. യഹോവ ദൂരത്തു നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളി ചെയ്തത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദീർഘക്ഷമമായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. വളരെ നന്ദി. യഹോവ ദൂരത്തു നിന്ന് എനിക്ക് പ്രത്യക്ഷമായി എന്നോട് അരുളി ചെയ്തത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് എൻ്റെ ദയ ഞാൻ നിനക്ക് ദീർഘമാക്കിയിരിക്കുന്നു. ദൈവസ്നേഹത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത അത് നിത്യസ്നേഹമാണ്. നിത്യസ്നേഹം എന്ത് എന്നറിയണമെങ്കിൽ നിത്യത എന്താണെന്ന് മനസ്സിലാക്കണം. നിത്യത എന്ന് പറയുന്നത് ആരംഭമില്ലാത്തതും അവസാനമില്ലാത്തതുമാണ്. ആരംഭമില്ലാത്തതും അവസാനമില്ലാത്തതുമായ നിത്യതയെ തിരുവെടുത്ത് പഠന സൗകര്യാർത്ഥം 2 തരം തിരിച്ചു പഠിപ്പിക്കുന്നു. ഒന്നാമത്തെ നിത്യതയ്ക്ക്
നമുക്ക് പൂർവകാല നിത്യത എന്ന് പേര് കൊടുക്കാം. രണ്ടാമത്തെ നിത്യതയ്ക്ക് നമുക്ക് വരുംകാല നിത്യത എന്ന് പേര് കൊടുക്കാം. എന്താണ് പൂർവകാല നിത്യത? പൂർവകാല നിത്യതയ്ക്ക് ആരംഭമില്ല, എന്നാൽ അതിനൊരവസാനമുണ്ട്. എന്താണ് വരുംകാല നിത്യത? വരുംകാല നിത്യതയ്ക്ക് അവസാനമില്ല, എന്നാൽ അതിനൊരാരംഭമുണ്ട്. ആരംഭമില്ലാത്തതും അവസാനമുള്ളതും അവസാനമില്ലാത്തതും ആരംഭമുള്ളതുമായ പൂർവകാല നിത്യതയ്ക്കും വരുംകാല നിത്യതയ്ക്കും ഇടയ്ക്കുള്ള പീരിയഡിന് പറയുന്ന പേരാണ് സമയം. ആ സമയത്തിന്റെ ആരംഭമാണ് ഉൽപ്പത്തി 1:1. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അത് ദൈവത്തിന്റെ ആദിയല്ല, സമയത്തിന്റെ ആദിയാണ്, കാലത്തിന്റെ ആദിയാണ്. അങ്ങനെയാണെങ്കിൽ ആ സമയത്തിനു മുമ്പുള്ള പീരിയഡിന് പറയുന്ന പേരാണ് അനാദി. അതുകൊണ്ട് 90-ാം സങ്കീർത്തനത്തിൽ ഭക്തൻ പാടുന്നത്, കർത്താവേ അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിനും അങ്ങ് ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിനും മുൻപ് അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. ഇന്ന് രാത്രി ഞാൻ അഭിമാനത്തോടെ വിളിച്ചു പറയാം, വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്ന, നാം സ്തോത്രം ചെയ്ത് ആരാധിക്കുന്ന ദൈവം സ്വയംഭൂവല്ല. സ്വയംഭൂ എന്ന് പറഞ്ഞാൽ ആരും ഉളവാക്കാതെ സ്വയം ഉളവായവനെന്നാണ്. അങ്ങനെ സ്വയം ഉളവായവൻ എന്ന് വന്നാൽ ആ ദൈവത്തിനൊരാരംഭമുണ്ടെന്ന് വരും. ആരും ഉളവാക്കിയില്ലെന്നേ ഉള്ളൂ. എന്നാൽ ഇന്ന് രാത്രി നാം സ്തോത്രം ചെയ്ത് ആരാധിക്കുന്ന ദൈവം സ്വയംഭൂവല്ല, പിന്നെ സ്വയം സ്ഥിതനായ ദൈവമാണ്. ആരംഭമില്ലാത്ത, അവസാനമില്ലാത്ത, ഗതിഭേദത്താലൊട്ടാച്ഛാദനവുമില്ലാത്ത ഈ മഹാദൈവത്തെ ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് ആരാധിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നതിൽ എന്റെ ദൈവത്തിന് നന്ദി എന്ന് പറയുന്ന എത്ര വിശുദ്ധന്മാർ, വിശുദ്ധമതികൾ ഈ പന്തലിൽ വന്നിട്ടുണ്ട്. അവരുടെ കരവും ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടി ഈ രാത്രി ദൈവത്തിന് നന്ദി പറയാം. അപ്പൊ ആദിക്ക് മുമ്പുള്ള പീരിയഡിന് പറയുന്ന പേരാണ് അനാദിയെങ്കിൽ എന്റെ ദൈവത്തിന്റെ സ്നേഹം നിത്യ സ്നേഹമാണെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആശയം അനാദി സ്നേഹമാണ്. അനാദി സ്നേഹം ദൈവശാസ്ത്രപരമായി പറഞ്ഞാൽ പിടികിട്ടാൻ പ്രയാസമുള്ളത് കൊണ്ട് ഞാനത് ഗ്രാമീണ ഭാഷയിൽ സുവ്യക്തമാക്കാം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്നെ ആരാണ് ആദ്യം സ്നേഹിച്ചത്, എന്നെ ആരാണ് ആദ്യം സ്നേഹിച്ചത് എന്ന മാനുഷിക ചോദ്യത്തിന്റെ മറുപടി അതെന്റെ അമ്മയാണെന്നാണ്. എന്റെ അമ്മ എപ്പോഴാണ് എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്? എന്റെ അമ്മ ഗർഭവതിയാണെന്ന് അറിഞ്ഞപ്പോ തൊട്ട്, എന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവായ സമയം മുതൽ എന്റെ അമ്മ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. അതിന്റെ പ്രതിഫലനമല്ലേ? എത്ര ത്യാഗോജ്ജലമായ ഒരു ജീവിതമാണ് അമ്മ നയിച്ചത്. അമ്മ ഛർദ്ദിച്ചതിന് കയ്യും കിടക്കുമുണ്ടോ? അമ്മയ്ക്ക് ഇഷ്ടമുള്ള എത്ര ആഹാരം മനസ്സോടെ വേണ്ടെന്ന് വെച്ചു. എന്ത് വേദന തിന്നാണ് എന്നെ പ്രസവിച്ചത്. അതൊക്കെ എന്നോടുള്ള സ്നേഹത്തിന്റെ ബാഹ്യ പ്രകടനമാണ്. എന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവായ സമയം മുതൽ എന്റെ അപ്പൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. എന്റെ മാതാപിതാക്കളുടെ മൂത്ത മകനായി മണ്ണിൽ പിറന്നു വീണ ശേഷമാണ് എന്റെ അപ്പനും അമ്മയും എന്നെ മുഖം കണ്ടെന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. എന്റെ വല്യപ്പനും വല്യമ്മയും അതിനുശേഷമാണ് എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. എനിക്ക് 3 സഹോദരങ്ങൾ, അവർ ഉണ്ടായ ശേഷമാണ് അവരെന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. ഒരു സഭയിൽ ഞാൻ ചെന്ന ശേഷമാണ് എന്റെ പാസ്റ്റർ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. കൂട്ടുവിശ്വാസികൾ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. ഞാൻ വിവാഹം കഴിച്ച ശേഷം എന്റെ ഭാര്യ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. എനിക്ക് 2 പെൺമക്കളാണ്. അവർ ഉണ്ടായ ശേഷമാണ് അവരെന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. എന്നാൽ തെല്ലു സന്തോഷത്തോടെ ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്തു പറയും, എന്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എന്റെ മക്കൾ
എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ പാസ്റ്റർ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ കൂട്ടുവിശ്വാസികൾ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ സഹോദരങ്ങൾ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ അപ്പൻ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ അമ്മ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ വല്യപ്പൻ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ വല്യമ്മ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ പൂർവീകർ ഉണ്ടാകുന്നതിന് മുമ്പ്, അല്ല അതിനപ്പുറത്തേക്ക് ചെന്നാൽ പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ്, എൻ്റെ ദൈവം ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിനു മുമ്പേ അനാദിയിലെ എന്നെ സ്നേഹിച്ചു. ആ സ്നേഹമാണ് ഇന്ന് രാത്രി ഈ പുൽപിറ്റിൽ നിൽക്കാൻ, ഈ കസേരയിൽ ഇരിക്കാൻ എനിക്കും നിങ്ങൾക്കും അവസരം ലഭ്യമായതെന്നോർത്ത് അണപൊട്ടി ഒഴുകുന്ന ആവേശത്തിൽ അതരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയുന്ന എത്ര പേര് ഈ രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്? എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ അല്പം കൂടെ കടന്നു പറയാം. എന്റെ കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നതിനു മുൻപേ, തിരുവഴുത്ത് അങ്ങനല്ലേ പറയുന്നത്, അവൻ നമ്മെ സ്നേഹിച്ചതാണ്, അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചെന്നാണ്. ഞാൻ എന്റെ കർത്താവിനെ സ്നേഹിക്കുന്നതിന് മുമ്പ്, ഞാൻ ഈ മണ്ണിൽ പിറക്കുന്നതിന് മുമ്പ്, മറ്റാരെങ്കിലും എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, അനാദിയിലെ എന്നെ കണ്ട, എന്നെ സ്നേഹിച്ച എന്റെ പൊന്നു ദൈവമേ, അങ്ങക്ക് സ്തോത്രമെന്ന് പറയാൻ അല്ലേ ഇന്ന് രാത്രി നാം ഇവിടെ ഒരുമിച്ച് വന്നിരിക്കുന്നത്? അതരം തുറന്നു സ്തോത്രം പറയുന്ന എത്ര പേര് ഇവിടെ ഉണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹം നിത്യ സ്നേഹമാണെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആശയം അത് അനാദി സ്നേഹമാണ്. രണ്ടാമത്തേത് നിത്യസ്നേഹം എന്ന് പറഞ്ഞാൽ അത് കാലെ കൂട്ടിയുള്ള സ്നേഹമാണ്. എന്താ കാലെ കൂട്ടിയുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ? സ്നേഹിക്കപ്പെടാൻ എന്നിൽ യോഗ്യതകളൊന്നുമില്ലാതെ ഇരിക്കെ എൻ്റെ അയോഗ്യതകൾ ഓർക്കാതെ ഏകപക്ഷീയമായി ഇങ്ങോട്ടെന്നെ സ്നേഹിച്ച സ്നേഹമാണ് എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം. രണ്ട് തെളിവുകൾ തിരുവഴുത്തിൽ നിന്ന് അതിന് ഉപോത്ബലകമായി ഞാൻ പറയാം. സമയലാഭത്തിന് വേണ്ടി വായിക്കേണ്ട ഈ ഭാഗങ്ങൾ ഞാൻ പറയാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷമാണ് വായിക്കേണ്ട, 11-ാം അധ്യായം 5-ാം വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: യേശു മാർത്തയെ സ്നേഹിച്ചു, അവളുടെ സഹോദരിയെ സ്നേഹിച്ചു, അർത്ഥാൽ മറിയെ സ്നേഹിച്ചു. 3 ലാസറിനെയും സ്നേഹിച്ചു. സന്തോഷത്തോടെ ആമേൻ പറഞ്ഞു. ഇനി ഒരു ചെറിയ പ്രബോധനം നിങ്ങളുടെ മനസ്സിൽ ഞാൻ തരികയാണ്. ദൈവം ആരെയെങ്കിലും സ്നേഹിക്കുന്നത് അവരുടെ ഏതെങ്കിലും യോഗ്യതയുടെ വെളിച്ചത്തിലല്ല. KJ തോമസ് എന്ന ഞാൻ പറയാണ്, ദൈവത്തിന് എന്നെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുകയില്ല. അതല്ല, വല്ലപ്പോഴൊക്കെ ഹൈറേഞ്ചിന്റെ മല ഇറങ്ങി മറ്റു തിരുവിതാംകൂറിലോ തെക്കൻ തിരുവിതാംകൂറിലോ വടക്കൻ മലബാറിലോ ഒക്കെ പോകുന്നു. വ്യത്യസ്ത കാലാവസ്ഥ, വിവിധ ഭക്ഷണം, ഉറക്കളപ്പ്, ദീർഘദൂര യാത്ര, അതുകൊണ്ടുള്ള ശാരീരിക ക്ലേശങ്ങൾ. അതുകൊണ്ട് ദൈവത്തിന് എന്നെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുകയില്ലെന്ന് ഞാൻ വീമ്പു പറഞ്ഞാൽ, ദൈവത്തിന്റെ സ്നേഹം ഔദാര്യമല്ല, എന്റെ അർഹതയ്ക്ക് കിട്ടിയ അംഗീകാരമെന്ന് വരും. എന്നാൽ പുതിയ നിയമ വിശ്വാസിക്ക് അങ്ങനെയൊന്ന് പറയാൻ തിരുവഴുത്ത് അനുവാദം കൊടുക്കുന്നില്ല. ഒന്നല്ലാതെ മറ്റൊരു വാക്ക് നമുക്കില്ല. ദൈവത്തിന്റെ കൃപ. എല്ലാവരും എന്നോട് ചേർന്ന കരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് സ്തോത്രം ചെയ്ത് പറ. ആമേൻ. അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം എന്നോട് കാണിച്ച ഔദാര്യമാണ് അവിടുത്തെ സ്നേഹമെന്ന് ഇന്ന് രാത്രി കണ്ണുകളോടെ സ്തോത്രം ചെയ്ത് പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ആ ചിന്തയിലേക്ക് ഞാൻ വരികയാണ്. അപ്പൊ യേശു കർത്താവ് മാർത്തയെ സ്നേഹിച്ചു. മാർത്തയെ കർത്താവ് സ്നേഹിച്ചതിൽ തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷെ അതുകൊണ്ടല്ല സ്നേഹിച്ചത്, നമ്മൾക്കൊന്ന് മനസ്സിലാക്കാൻ പറയുകയാണ്. മാർത്തയെ കർത്താവ് സ്നേഹിച്ചതിൽ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം മറ്റു പലർക്കും ഇല്ലാത്തൊരു യോഗ്യത മാർത്തയ്ക്കുണ്ട്. എന്താ മാർത്തയുടെ യോഗ്യത? വീട്ടിൽ വരുന്ന അതിഥികളെ ഹാർദവമായി സ്വീകരിക്കും, അവർക്ക് ഹൃദ്യമായ ശുശ്രൂഷ ചെയ്യും. കർത്താവും ശിഷ്യന്മാരും പല പ്രാവശ്യം ആ വീട്ടിൽ ചെന്നിട്ടുണ്ട്. ചെന്നപ്പോഴൊക്കെ വെച്ചു വിളമ്പി കൊടുത്തിട്ടുണ്ട്. മാർത്തയുടെ യോഗ്യത ഭൗതികമാണ്. മറിയയ്ക്കുമുണ്ടൊരു യോഗ്യത,
കർത്താവ് അവിടെ ചെന്നപ്പോഴൊക്കെ തൃപ്പാദപീഠത്തെങ്കിൽ ഇരിക്കുകയും തിരുവെഴുത്ത് പഠിക്കാൻ പരിശ്രമിക്കുകയും ആത്മീകമായി വളരുവാൻ തീവ്രമായി ആഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്. മാർത്തയുടെ യോഗ്യത ഭൗതികമാണ്, മറിയുടെ യോഗ്യത ആത്മീകമാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഒരാളുണ്ടായിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. ഒരാമേനെന്ന് പറ. ചിലർ ഈ സെമിത്തേരി വെട്ടിത്തെളിക്കുക, പാഴ്സനേജും ഹോളും പണിയുക, അങ്ങനെയുള്ള ശാരീരിക അധ്വാനത്തിന് മുൻപന്തിയിലാണ്. പക്ഷെ സഭായോഗത്തിന്, ഉപവാസ പ്രാർത്ഥനയ്ക്ക്, കാത്തിരിപ്പ് യോഗത്തിന് അവരെ പഞ്ചായത്തിൽ കാണുകയില്ല. ഭൗതിക കാര്യങ്ങൾ അവർ മുൻപന്തിയിലാണ്. ചിലര് 40 ദിവസം എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, വെള്ളം കുടിക്കാതെ ഉപവസിച്ച് കളയും. പക്ഷെ ഇവിടെ നല്ല മിഷൻ സ്റ്റേഷനെ ഭൗതികമായി സഹായിക്കാമെന്ന് പറഞ്ഞാൽ അവരപ്പോ കണ്ണ് തുറക്കുകയില്ല. കാരണം അവര് ദൈവസാന്നിധ്യത്തിൽ ഇങ്ങനെ ലയിച്ചിരിക്കുകയാണ്. ആ കാര്യം ഒന്നും പറഞ്ഞ് അവരെ ആരും ബുദ്ധിമുട്ടിക്കുന്നതിൽ അവർക്ക് താല്പര്യമില്ല. ചിലർക്ക് ഭൗതിക കാര്യങ്ങളിൽ താല്പര്യമുണ്ട്, ആത്മീകമായി അവർ വളരെ പിറകോട്ടാണ്. ചിലർ ആത്മീകമായി മുൻപന്തിയിലാണ്, ഭൗതികമായി അവർ പിശുക്കരാണ്. ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്ത് പറഞ്ഞോട്ടെ, ഒരു ജീവിതമല്ലേ ഉള്ളൂ, ഒരു കൊച്ചു ജീവിതമല്ലേ ഉള്ളൂ. നമ്മൾ ഇവിടുന്ന് വേഗം പോയി കർത്താവിന്റെ അടുക്കൽ നിൽക്കേണ്ടതല്ലേ? കർത്താവ് നമ്മോട് കാര്യം തീർക്കുന്ന നാളിൽ നമ്മുടെ കരം ബലപ്പെട്ടിരിക്കേണ്ടതല്ലേ? അന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, ദാസിയെ എന്ന് വിളി കേൾക്കത്തക്ക നിലയിൽ ആത്മീക കാര്യത്തിലും ഭൗതിക കാര്യത്തിലും ഒരുപോലെ ഉത്തരവാദിത്വ ബോധമുള്ളവരും വിശ്വസ്തരുമായിരിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമെന്ന് എന്നോട് ചേർന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? എനിവേ, നമുക്കതങ്ങ് വിടാം. അപ്പൊ കർത്താവ് മാർത്തയെ സ്നേഹിച്ചു. സ്നേഹിച്ചതിൽ തെറ്റു പറയാൻ പറ്റില്ല. മാർത്തയ്ക്കുണ്ടൊരു യോഗ്യത ഭൗതികം. മറിയെ സ്നേഹിച്ചതിൽ തെറ്റു പറയാൻ പറ്റില്ല. മറിയയ്ക്കുമുണ്ടൊരു യോഗ്യത ആത്മീകം. പക്ഷെ അവരെ രണ്ടുപേരെയും മാത്രം സ്നേഹിച്ചെന്നല്ല, ലാസറിനെയും സ്നേഹിച്ചു. എപ്പോഴാ ലാസറിനെ സ്നേഹിച്ചത്? ഉയർത്തെഴുന്നേറ്റ ശേഷമാണോ? അല്ല. ലാസർ ദീനമായി കിടക്കുമ്പോ സഹോദരിമാർ ആളയച്ചു പറയിക്കുന്നു, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. എന്റെ ചോദ്യം, ലാസറിനെ സ്നേഹിക്കാൻ മാനുഷികമായി എന്തു യോഗ്യതയാ ഉള്ളത്? കർത്താവിനെ ഭൗതികമായി ശുശ്രൂഷിച്ചിട്ടുണ്ടോ? ഇല്ല. ആത്മീകമായി വളരാൻ അവസരം ഉണ്ടായിരുന്നിട്ടും ഫലപ്രദമായി അത് വിനിയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നിട്ടും പറയുക, മാർത്തയെ മാത്രമല്ല, മറിയെ മാത്രമല്ല, ലാസറിനെയും സ്നേഹിച്ചു. എന്താ അർത്ഥം? ലാസറിനെ സ്നേഹിക്കാൻ വർത്തമാനകാലത്ത് അവനിൽ യോഗ്യതകളൊന്നും ഇല്ലെങ്കിൽ പോലും നാളകളുടെ നീളകളിൽ അവൻ തന്റെ കൂടെ പന്തിക്കിരിക്കേണ്ടുന്നവനാണെന്നും തന്റെ മഹത്വം അവനിലൂടെ വെളിപ്പെടാനുണ്ടെന്നും തീർന്നില്ല, ഒരു വലിയ കൂട്ടം യഹൂദ സമൂഹം അവനിലൂടെ തന്നിൽ വിശ്വസിപ്പാനുണ്ടെന്നും അറിയാവുന്ന കർത്താവ് അവന്റെ വർത്തമാനകാല പരാജയങ്ങൾ ഓർക്കാതെ അവനെ കാലെ കൂട്ടി സ്നേഹിച്ചു. ആ സ്നേഹമാണ് ദൈവത്തിന്റെ സ്നേഹം. ഇന്ന് രാത്രി എന്റെ മാന്യ സഹോദര, മാന്യ സഹോദരി, നിങ്ങളെ സ്നേഹിക്കത്തക്ക നിലയിൽ നിങ്ങൾക്ക് യോഗ്യതകളൊന്നും ഇല്ലെന്ന് മാത്രമല്ല, ദൈവത്തിനും മനുഷ്യർക്കും, എന്തിനേറെ പറയുന്നു, നിങ്ങൾക്ക് പോലും നിങ്ങളോട് വെറുപ്പ് തോന്നത്തക്ക നിലയിൽ ഏതൊരു സ്വഭാവ വൈകല്യത്തിന് താങ്കൾ അടിമയാണെങ്കിലും ആ വൈകല്യങ്ങൾ ഓർക്കാതെ നിങ്ങളുടെ വർത്തമാനകാല ജീവിത ചര്യകളും പരിചയങ്ങളും പരാജയങ്ങളും ഓർക്കാതെ നിങ്ങളെ സ്നേഹിക്കുന്നൊരു ദൈവത്തെ ഈ കണമലയിൽ ഞങ്ങൾ ഉയർത്തുകയാണ്. ആ പവിത്ര നാമമാണ് നസ്രയനായ യേശു. എന്നോട് ചേർന്ന് സന്തോഷത്തോടെ ആമേൻ പറയാൻ ഈ രാത്രി എത്ര പേർക്ക് മനസ്സുണ്ട് പ്രിയരെ? അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. രണ്ടാമത്തെ ഒരു ഉദാഹരണത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരാം. യേശു കർത്താവ് ഗദരദേശത്ത് ചെല്ലുകയാണ്. ഗദരദേശത്ത് ചെല്ലുമ്പോൾ 6000 ഭൂതങ്ങൾ ബാധിച്ചൊരു മനുഷ്യൻ അവിടെയുണ്ട്. ആ ഭൂതങ്ങളെല്ലാം കൂടെ അവനെ കൊണ്ട് കർത്താവിനോട് പറയുകയാണ്, സമയത്തിനു മുമ്പ് ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നതാണോ? പാതാളത്തിലോട്ട് പോകാൻ ഞങ്ങളോട് പറയല്ലേ. ദേ കുറച്ച് പന്നികൾ ഇവിടെ മേയുന്നു, ഈ ദേശം വിട്ടുപോകാൻ ഞങ്ങളോട് പറയരുത്. ഒരു ചിന്തയാണെന്ന് പറയാം, അതുങ്ങൾക്ക് അവിടം വിട്ടുപോകാൻ മനസ്സിൽ ഈ പിശാച് ഭൂതങ്ങൾ ഇളകി കഴിയുമ്പോൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഞാൻ അവളെ വിട്ടു പോകുകയില്ല, ഞാൻ അവനെ വിട്ടു പോകില്ല.
ഈ കുടുംബത്തെ വിട്ടു പോകില്ല. ദേശങ്ങളിൽ കുടിയിരിക്കുന്ന, വ്യക്തികളിൽ കുടിയിരിക്കുന്ന, കുടുംബങ്ങളിൽ കുടിയിരിക്കുന്ന ദുർഭൂതങ്ങളുണ്ട്. അവ അവിടെ കുടിയിരിക്കുന്നതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശവുമുണ്ട്. എന്നാൽ ഇന്ന് രാത്രി സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഏക കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അമർച്ചയോടെ ഞങ്ങൾ ഒരുമിച്ച് കൽപ്പിക്കുന്നു. ഏതെങ്കിലും കുടുംബങ്ങളിൽ, വ്യക്തികളിൽ ദുരന്തം വിതച്ചിട്ടേ പോകൂ, വന്ന ഉദ്ദേശം നിവർത്തിച്ചിട്ടേ അടങ്ങൂ എന്ന് വെല്ലുവിളിക്കുന്ന, കുടിയിരിക്കുന്ന പൈശാചിക ദുർഭൂത ശക്തികളുണ്ടെങ്കിൽ പാമ്പുകളെയും തേളുകളെയും ചവിട്ടാൻ, ശത്രുവിന്റെ സകല ബലത്തെയും കെടുത്താൻ അധികാരം തന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വചനത്താൽ പരിശുദ്ധാത്മാവ് നമുക്ക് ജയം തരട്ടെ. എന്നോട് ചേർന്ന് ആമേൻ പറയുന്ന എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എത്രയോ ആടുകൾ അവിടെ ഉണ്ട്. പക്ഷെ ഭൂതങ്ങൾക്ക് ആടുകളിലേക്കൊന്നും പോകണ്ട, അവർക്ക് പന്നികളിലേക്ക് പോയാൽ മതി. എനിക്ക് ആ നാൽക്കാലിയോട് വിരോധം ഉണ്ടായിട്ടല്ല, പക്ഷെ തിരുവഴുത്ത് അതിനെ ഒരു പ്രതീകമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. ഞാനൊരു ദൂത് പറയാണ്, അത് അശുദ്ധിയുടെ, അത് മ്ലേച്ഛതയുടെ, അത് പാപത്തിന്റെ, അത് അധാർമികതയുടെ പ്രതീകമായിട്ടാണ് തിരുവഴുത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. എവിടെ രഹസ്യ പാപമുണ്ടോ, എവിടെ മ്ലേച്ഛതയുണ്ടോ, അവിടെ അശുദ്ധിയുണ്ടോ, അവിടെ ആ വിടവിലൂടെ ദുർഭൂതങ്ങൾ പ്രവേശിക്കും. പൈശാചിക ശക്തികൾ ആ മേഖലയിൽ അവകാശവാദം ഉന്നയിക്കും. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, അശുദ്ധിയെ താലോലിക്കരുത്, മ്ലേച്ഛതയെ താലോലിക്കരുത്, പാപത്തെ കൊണ്ട് നടക്കരുത്, രഹസ്യ ജീവിതത്തിൽ പാപം വെച്ചുകൊണ്ടിരിക്കരുത്. അത് നിന്റെ കുടുംബത്തിൽ, അത് നിന്റെ തലമുറയിൽ, അത് നിന്റെ ശരീരത്തിൽ, അത് നിന്നിൽ ദുഷ്ടപിശാചിന് പ്രവേശിക്കാനുള്ള വഴിയാണെന്ന് തിരിച്ചറിഞ്ഞ് ഇന്ന് രാത്രി അതിനോട് ഓടി അകലാൻ പരിശുദ്ധാത്മാവ് വചനത്തിന്റെ ദൂത് പറയുമ്പോൾ എന്നോട് ചേർന്ന് ആമേൻ പറയാൻ മനസ്സുള്ള എത്ര പേര് ഇതിനകത്ത് വന്നിട്ടുണ്ട്? യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അതങ്ങനെ സംഭവിക്കട്ടെ. കർത്താവ് പറഞ്ഞു, മുകോളം പറഞ്ഞു, പന്നികളിലേക്ക് മുകോളം പറഞ്ഞു. 6000 ഭൂതങ്ങൾ, 2000 പന്നികൾ. ഒരു ചെറിയ കണക്ക് ഞാൻ പറയാണേ, കൂടുകയോ കുറയൊക്കെ ചെയ്യാം, എന്നാൽ നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറയാം. ഭൂതങ്ങൾ 6000, പന്നികൾ 2000. അപ്പൊ ഓരോ പന്നികളിലും 300 ഭൂതങ്ങൾ ദിനം കയറിയിട്ടുണ്ട്. ചിലപ്പോൾ 4 2 ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാം. എന്നാലും എല്ലാ പന്നിയിലും ഇതുങ്ങൾ കയറിയിട്ടുണ്ട്. ഭൂതങ്ങൾ കയറിയപ്പോ പന്നികൾ തീരുമാനിച്ചു, ജീവിച്ചിട്ട് കാര്യമില്ല, ചത്തുകളഞ്ഞേക്കാം. നമ്മുടെ നാടൻ ഭാഷ പറയാം, വെള്ളത്തിൽ ചാടിച്ചത്തു. ഒരു കാര്യം എന്ന് പറയാനാ, അത് ആക്സിഡന്റ് അല്ല പ്രിയരെ, അത് അവിചാരിതമല്ല, ഓടിയതിനിടയ്ക്ക് വഴുതി വീണതല്ല. അങ്ങനാണെങ്കിൽ ഒന്നെങ്കിലും വഴുതി പോയില്ലേ? 1999 അല്ലല്ലോ, 2000 എണ്ണവും ഒരുപോലെ കടലിൽ ചാടി ചത്തന്നല്ലേ? അതിന്റെ ആശയം എന്താ? ഇത് ഒറ്റയ്ക്കൊറ്റയ്ക്കല്ലേ ഓടിയത്? ഓടിയുമ്പം ഓടിയ വഴിക്ക് കാല് വഴുതി വീണതാണെങ്കിൽ ഒന്നെങ്കിലും രക്ഷപ്പെട്ടില്ലേ? അപ്പൊ 2000 കടലിൽ ചാടി ചാകണമെങ്കിൽ അത് അസ്വാഭാവികതയാണ്. അതിന്റെ പിന്നിൽ വ്യാപരിച്ചൊരു പൈശാചിക ശക്തിയുണ്ട്. അത് ആത്മഹത്യയുടെ വ്യാപാരമാണ്, അത് കൊലപാതകത്തിന്റെ വ്യാപാരമാണ്. എത്ര പേർക്ക് എന്നോട് ചേർന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ ഈ രാത്രി മനസ്സുണ്ട്? ഞാനതിന് ഇങ്ങനെ വേർതിരിക്കാനാണ്, അതൊരു ആത്മഹത്യാ പ്രവണതയുള്ള ആത്മാവ്. ഈ ദുർഭൂതങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു, ദുർഭൂതങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് വേദപുസ്തകത്തിലെ മനോഹരമായൊരു പഠനമാണ്. അവിടേക്ക് ഞാൻ പോകുന്നില്ല. ഭൂതങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന് അറിയണമെങ്കിൽ ഭൂതം കയറിയവർ കാട്ടിക്കൂട്ടുന്ന വിക്രിയ കണ്ടാൽ മതി. ഭൂതങ്ങൾ പലതാണ് ചെയ്യുന്നത്. എന്ന് പറയാം. ഭൂതങ്ങൾ, എല്ലാ ഭൂതങ്ങളും ഒന്നല്ല ചെയ്യുന്നത്. ഭൂതങ്ങൾ പല വെറൈറ്റിയിലാണ്, പലതാ ചെയ്യും. ഈ ഭൂതങ്ങളുടെ പ്രത്യേകത, ഇത് കയറുന്നതിനെ കൊല്ലും. എന്ന് പറയാം. എങ്ങനാണെങ്കിലും കൊല്ലും. അതുകൊണ്ടല്ലേ ഈ ഭൂതങ്ങൾ കയറിയപ്പോ പന്നികള്
കടലിൽ ചാടി ചത്തേ? ഇപ്പൊ കയറുന്നതിനെ കൊല്ലിക്കുന്ന ആത്മാവല്ലേ, ദുർഭൂതമല്ലേ ഇത്? അങ്ങനെയാണെങ്കിൽ 6000 ഭൂതങ്ങളെ വർഷങ്ങൾ എന്തിനാ ഇവനിൽ കുടിയിരുന്നേ? ജീവിപ്പിക്കാനാണോ കുടിയിരുന്നേ? അല്ല, കൊല്ലാനാ കുടിയിരുന്നേ. പക്ഷെ വർഷങ്ങൾ ഇവനിൽ കൊല്ലാൻ കുടിയിരുന്നിട്ടും എന്തേ ഇവനെ കൊല്ലാൻ പറ്റിയില്ല? പറ്റാഞ്ഞതിന്റെ കാരണം ഞാൻ പറയാം. തെക്കപ്പൊലി നാട്ടിൽ അവനെ ഒരു മിഷണറിയാക്കി മാറ്റാൻ എന്റെ ദൈവത്തിന്റെ പദ്ധതി അവന്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കെ 6000 അല്ല 60 കോടി ദുർഭൂത ശക്തികൾ അവനെതിരെ തട്ടിട്ട് തുള്ളിയാലും അവന്റെ ഒരു തലമുടി നാരിനെ തൊടാൻ എന്റെ ദൈവം അനുവദിക്കയില്ല. കൃപ ലഭിച്ച ദൈവമക്കൾ, അഭിഷക്തന്മാർ, ഇന്ന് രാത്രി ആത്മാവിൽ സ്തോത്രം ചെയ്തു പറ. മുന്നിലിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരുന്നപ്പോ സകലതും തന്റെ പുസ്തകത്തിൽ എഴുതിയ ദൈവം തന്റെ തിരുഹിത പ്രസാദത്തിൽ മണ്ണിൽ ജനിക്കാനും ജീവിക്കാനും എനിക്ക് അവസരം തന്നതാണെങ്കിൽ എന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ മണ്ണിൽ നിവർത്തിച്ചു തീരുന്നിടം വരെ ഏത് ഉഗ്രശക്തികൾ എന്റെ ആയുസ്സിനും ആരോഗ്യത്തിനും ജീവനും സമ്പത്തിനും തലമുറയ്ക്കും കുടുംബത്തിനും മിനിസ്ട്രിക്കും എതിരെ വെല്ലുവിളിച്ചാലും ആ പൈശാചിക ശക്തികൾക്ക് എന്നെ ജയിക്കാൻ കഴിയാത്ത നിലയിൽ തന്റെ സുരക്ഷിത വലയത്തിനകത്ത് പൊതിഞ്ഞു കൊണ്ടു നടക്കുന്ന ഒരു മഹാദൈവം ഉയരത്തിൽ ജീവിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അതരം തുറന്നു സ്തോത്രം പറയാൻ മനസ്സുള്ളവർ കരമടിച്ച് അന്യഭാഷയിൽ ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ഏതെങ്കിലും ദുഷ്ടസിംഹാസനങ്ങൾ ഇന്ന് രാത്രി ഉയർന്നു നിൽപ്പുണ്ടെങ്കിൽ ഈ വചന ശുശ്രൂഷയിൽ ഇന്ന് രാത്രി അത് കീഴടങ്ങട്ടെ. അവര് തേനീച്ച പോലെ എന്നെ വളഞ്ഞു മുൾത്തി പോലെ കെട്ടുപോയി. ഇന്ന് രാത്രി നിനക്കെതിരെ ഉഗ്രമായി വെല്ലുവിളിക്കുന്ന ചില വാദഗതികൾ ഈ വചന ശുശ്രൂഷയിൽ ഇന്ന് രാത്രി കീഴടങ്ങുന്ന ഒരു വെളിപ്പാട് ആത്മാവിൽ എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് അന്യഭാഷയിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ഹൃദയപൂർവ്വം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ആ മനുഷ്യനെ നിങ്ങൾ കണ്ടോ? സുബോധം വന്ന് വസ്ത്രം ധരിച്ച് നല്ല പുള്ളിയായി തെക്കപ്പള്ളി നാട്ടിൽ യേശുവിനെ പ്രസംഗിച്ച് നടക്കുക. ഇപ്പൊ അവനെ കാണുമ്പോൾ പൊതുസമൂഹത്തിന് എന്തൊരു സ്വീകാര്യത, അവനെ കാണുമ്പോൾ എന്തൊരു ആദരവോടാ അവൻ എഴുന്നേറ്റ് നിൽക്കുന്നത്. മുമ്പോ ഇവനെ കാണുമ്പോണ്ടല്ലോ നാട്ടുകാരെല്ലാം ഇരുമ്പ് ചങ്ങലെ വിലങ്ങും കൊണ്ട് വരിക. ആ ഇരുമ്പ് ചങ്ങലെ വിലങ്ങും ഒക്കെ അവർ ഉരുമി പൊട്ടിച്ച് ദൂരെ കളഞ്ഞു. ഭ്രാന്തനല്ലേ? നാട്ടുകാർക്കും വീട്ടുകാർക്കും തലവേദനയല്ലായിരുന്നോ? ഈ ശല്യമൊന്ന് ഒഴിവായി കാണാൻ നാട്ടുകാർ എത്ര ആഗ്രഹിച്ചതാ. അവരുടെ ചങ്ങലയ്ക്കും വിലങ്ങിനും അവനെ ഒതുക്കാൻ പറ്റിയില്ലല്ലോ പ്രിയരെ. ഒരു കാലത്ത് അവൻ ആ നാടിന്റെ കണ്ണിലെ കരടായിരുന്നു. പക്ഷെ ഇന്ന് അവൻ ആ നാടിന്റെ കണ്ണിലുണ്ണിയ. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാ, സുവിശേഷത്തിന് മാറ്റാൻ കഴിയാത്ത, യേശുവിന് പരിവർത്തനത്തിന് വിധേയപ്പെടുത്താൻ കഴിയാത്ത കുടുംബങ്ങളില്ല, വ്യക്തികളില്ല. ഇന്ന് രാത്രി എന്റെ മാന്യ സഹോദര, എന്റെ മാന്യ സഹോദരി, നിന്നെ ഒരു വ്യക്തിത്വമല്ലാത്ത നിലയിൽ ഇന്ന് രാത്രി ദുഷ്ടപിശാച് എത്ര ഭയാനകമായി തകർത്താലും അവൻ തകർത്തതിനെ പണിയുന്ന സർവശക്തനായ ഒരു ദൈവത്തെ ഈ രാത്രി ഞങ്ങൾ ഈ ദേശത്ത് ഉയർത്തുന്നു. അതരം തുറന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് ഈ രാത്രി മനസ്സുണ്ട്? ദൈവിക ദൂതി ഞാൻ പറഞ്ഞോട്ടെ. നമ്മൾ ഒത്തിരി നാളൊക്കെ ചിലരോട് സുവിശേഷം പറഞ്ഞു, ഒരു മാറ്റവും. അപ്പൊ ഇടയ്ക്ക് തോന്നുന്നു നിരാശ വന്നിട്ട് ഇനി അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നും. മക്കളൊക്കെ ശാസിച്ചിട്ടും ഉപദേശിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും എന്താ ഒന്നിനൊന്നിന് ഘടകവിരുദ്ധമായതല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്നോർത്ത്
നിരാശപ്പെടുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, തളർന്നു പോകാതെ ഇരുന്നാൽ തക്ക സമയത്ത് കൊയ്യും. ചിലരിൽ ദൈവിക മാറ്റങ്ങൾ സംഭവിക്കും. അത്ഭുതകരമായ നിലയിൽ ദൈവപ്രവൃത്തി അവരിൽ വെളിപ്പെടും. ആരെയും എഴുതി തള്ളണ്ട. ഗുണം പിടിക്കത്തില്ലെന്നും ശരിയാകത്തില്ലെന്നും അതിനുള്ള സാധ്യതയില്ലെന്നും ഇന്ന് രാത്രി ചിന്തിക്കണ്ട. ദൈവം ചിലതിൽ മാറ്റം വരുത്താൻ പോകുകയാണ്. ഫിലേമോനോട് ഒനേസിമോനോസിനെ കുറിച്ച് പൗലോസ് പറയുന്നത് പോലെ ഒരുമിച്ച് ആ ഭാഗമെന്ന് സ്തോത്രം ചെയ്തു പറ. അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവൻ ഇപ്പോൾ എനിക്കും നിനക്കും ഒരുപോലെ പ്രയോജനമുള്ളവൻ തന്നെ. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നമുക്കും മറ്റുള്ളവർക്കും ആശ്ചര്യം തോന്നുമാറ് ദൈവത്താൽ ചില മാറ്റങ്ങൾ ചിലരിൽ സംഭവിക്കുമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വചനത്തിന്റെ പ്രവചന ദൂത് ഇതിനകത്ത് വിളിച്ചു പറയുമ്പോൾ എന്നോട് ചേർന്ന് സ്തോത്രം പറയുന്ന എത്ര പേര് ഇതിനകത്ത് വന്നിട്ടുണ്ട്? യേശുവിന്റെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. നമുക്ക് അവനോട് ചോദിക്കാം, നിനക്ക് എന്തോ തോന്നുന്നു? അവൻ പറയുന്ന 6000 ദുർഭൂതങ്ങൾ എന്നെ കൊല്ലാൻ കൊണ്ട് നടന്നു. ഒരു മുഴുഭ്രാന്തനായി വസ്ത്രം പോലും ധരിക്കാതെ ശവക്കല്ലറകളിൽ രാപാർത്ത് ആർക്കും വേണ്ടാത്തവനായി അലഞ്ഞു തിരിഞ്ഞു നടന്നപ്പോഴും ഒരു മനുഷ്യൻ പോലും എന്നെ കൊല്ലാതെ, ആ ദുർഭൂതങ്ങൾ എന്നെ തകർത്ത് കളയാൻ വിട്ടുകൊടുക്കാതെ തന്റെ സ്നേഹ വലയത്തിനകത്ത് എന്നെ പൊതിഞ്ഞുകൊണ്ട് നടന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ്, ആ ദൈവത്തിന്റെ സ്നേഹമാണ് ഇന്ന് കാണുന്ന മാന്യതയിൽ, ഇന്ന് കാണുന്ന അംഗീകാരത്തിലേക്കും എന്നെ നയിച്ചത്. പ്രിയരെ, ലാസറിന്റെയും ഭൂതഗ്രസ്തനായിരുന്നവന്റെയും അനുഭവം മാത്രമല്ലത്. പിറകോട്ടിറങ്ങി തിരിഞ്ഞു ചിന്തിച്ചാൽ നമ്മുടെ എല്ലാ അനുഭവം അതുപോലെ. എത്ര പേർക്ക് സന്തോഷത്തോടെ ആമേൻ പറയാൻ കഴിയും? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള കാലം ഒന്ന് ഓർത്ത്. ആത്മഹത്യയുടെ മൊനമ്പിന്നൊക്കെ കഷ്ടിച്ച് രക്ഷപ്പെട്ട് വന്നവരില്ലേ? അല്ലേ? സ്തോത്രം. എത്ര വഴക്കിലും വയ്യാവേലിലും ചെന്ന് പെട്ടതാ. എത്ര പേര് ഇരുട്ടത്തും മറഞ്ഞിരുന്നതാന്നറിയാവോ? കത്തിയുടെ മുന നെഞ്ചിനകത്ത് തുളച്ച് കയറാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? പലതിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ട് വന്നപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞു, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാ, സമയം നല്ലതായിരുന്നത് കൊണ്ട് രക്ഷപ്പെട്ടതാ. എന്നാൽ രക്ഷാകര പദ്ധതിയിലേക്ക് വന്ന ശേഷം പിറകോട്ടിറങ്ങി തിരിഞ്ഞ് ചിന്തിക്കുമ്പോഴാ മനസ്സിലാകുന്നേ, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതല്ല, സമയം നല്ലതായിരുന്നത് കൊണ്ട് രക്ഷപ്പെട്ടതല്ല. എനിക്ക് എന്റെ ദൈവത്തെ അറിയാൻ കഴിയാതെ, ദൈവവുമായി ഒരു ബന്ധവുമില്ലാതെ ഞാൻ തോന്നിയതുപോലെ ജീവിച്ചു കൊണ്ടിരുന്നപ്പോൾ അന്നേ എന്റെ ദൈവം എന്നെ കണ്ടിരുന്നു, അന്നേ എന്റെ ദൈവം എന്നെ സ്നേഹിച്ചിരുന്നു. ആ ദൈവിക തെരഞ്ഞെടുപ്പാണ്, ആ ദൈവിക സ്നേഹമാണ്. അന്ന് അതിൽ നിന്നെല്ലാം വഴുതി മാറി ഇന്നിവിടെ ആരോഗ്യത്തോടെ വന്നിരിക്കാൻ അവസരം ലഭ്യമായതെന്ന് ഓർക്കുമ്പോൾ അണപൊട്ടി ഒടുകുന്ന ആവേശത്തിൽ അതരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മറക്കല്ല, ദൈവത്തിന്റെ സ്നേഹം നിത്യ സ്നേഹമാണെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആശയം അത് അനാദി സ്നേഹമാണ്. രണ്ടാമത്തെ ആശയം അത് കാലെ കൂട്ടിയുള്ള സ്നേഹമാണ്. അടുത്തത് ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തപ്പെട്ട സ്നേഹമാണ്. എത്ര പേർക്ക് സന്തോഷത്തോടെ ആമേൻ പറയാൻ കഴിയും? എനിക്ക് 51 വയസ്സായി. എന്റെ പ്രായം പറയാനല്ല, ഒരു കാര്യം ഒന്ന് പറഞ്ഞു. എനിക്ക് ഈയിടെ വലിയ സങ്കടം ഉണ്ടായി. 51 വയസ്സിൽ ആയതിലുള്ള ബുദ്ധിമുട്ടില്ല ഞാൻ. അപ്പൊ എന്റെ ഈ അലപ്പും ചുമയും ഈ വേർപ്പും എല്ലാം കണ്ട് ഞാനൊരു സ്ഥലത്ത് പ്രസംഗിച്ച് കസാരയിലിരിക്കുമ്പോൾ അന്നത്തെ അധ്യക്ഷനോട് ചോദിക്കും, 65 കഴിഞ്ഞോ? നിങ്ങൾ ഓർത്ത് നോക്കി, 51 കഴിഞ്ഞതിൽ വിഷമിച്ച് നടക്കുന്ന എന്നോട് 65 കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോഴുള്ള മനപ്രയാസം നിങ്ങളൊന്ന് വിചാരിച്ചു പോയി. ഞാൻ എന്തിനാ എൻ്റെ ഈ പ്രായം ഒന്ന് പറഞ്ഞെന്നറിയാമോ? പ്രിയരെ, വേറൊന്നിനും ഞാൻ ഈയിടെ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഏറ്റവും നല്ല കാലം കാണാനും ജീവിതത്തിൻ്റെ
പ്രതിസന്ധികളുടെ കാലം എന്താണെന്നറിയാനും കൃപയാൽ ഭാഗ്യം കിട്ടിയവരാ ഇവിടെ ഇരിക്കുന്ന ഒരുമാതിരി പ്രായമുള്ളവരെല്ലാവരും. സന്തോഷത്തോടെ രാമയെ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? വേറെ ഒന്നിനും നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ലേലും ഈ കാലത്ത് ജീവിക്കാൻ പറ്റിയതിന് തന്നെ സ്തോത്രം പറയണം. എന്തോ നല്ല പാലിലും ഷർട്ടും ഒക്കെ ഇട്ടേക്കുന്നേ, പാട്ടുകാർ ഇട്ടേക്കുന്ന എന്തോ ഡ്രസ്സാ. നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോ എന്തോ രസാ കാണാൻ അല്ലേ? എന്തോ നല്ല പാല്, എന്തോ നല്ല ഷർട്ട്, എന്തോ നല്ല സാരി, എന്തോ നല്ല ചുരിദാറ്, എത്ര നല്ല വാഹനങ്ങളെ നിരന്ന് കിടക്കുന്നേ, എന്തോ നല്ല വീട്ടിലാ പാർക്കുന്നേ, എത്ര നല്ല ഫുഡാ കഴിച്ചത്. ഇനി വീട്ടിൽ ചെന്നാൽ എന്തോ നല്ല അത്താഴം ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ. ഇനി അത്താഴത്തിന് ഫുഡിന് അല്പം മോശം വന്നാൽ പോലും കൈ പൈസ ഉണ്ടെങ്കിൽ പത്തനംതിട്ടയിലോ തിരുവല്ലായിലോ ചെന്നാൽ കഴിക്കാൻ കിട്ടാത്തത് എന്നാ ഉള്ളേ? യമനിൽ ചെല്ലുമ്പോൾ ബോർഡ് കോഴിക്കോടൻ മന്തി, കോഴിക്കോട്ട് ചെല്ലുമ്പോൾ ബോർഡ് യമനൻ മന്തി. ഇനിയിപ്പം അതൊന്നും അല്ലെങ്കിൽ പോലും അതാണെന്നുള്ള തൃപ്തിയിലെങ്കിലും പൈസ കൊടുത്ത് കഴിക്കരുതോ? ബിസിനസ് ട്രിക്ക്. ഞാൻ ഈ കോട്ടയത്തോടൊക്കെ ഇടുക്കിയിലൊക്കെ നടക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് കോഴിക്കോടൻ കുലുക്കി സമ്പത്ത്. ഞാൻ കോഴിക്കോട് വഴി പല പ്രാവശ്യം പോയിട്ട് അങ്ങോട്ട് സാധനം കണ്ടിട്ടേ ഇല്ല. അപ്പൊ കോട്ടയം കുലുക്കി സർബത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കുടിക്കില്ല, കോഴിക്കോട്ടെന്ന് പറഞ്ഞാലേ നമ്മൾ കുടിക്കൂ. അപ്പൊ കൈ പൈസ ഉണ്ടെങ്കിലേ ഞാൻ പറഞ്ഞ രാശി മനസ്സിലാകുന്നുണ്ടോ എന്നാ കഴിക്കാൻ കിട്ടാത്ത? ഞാൻ ഏറ്റവും കൂടുതൽ വീണ് കാല് പൊട്ടിയിട്ടുള്ളത് മേലോട്ട് നോക്കി ഓടിയപ്പോഴാണ്. മേലോട്ട് നോക്കി ഓടിയെന്ന് പറഞ്ഞാൽ ഈ ചെറുപ്രായത്തിലൊക്കെ എന്താ ഹൈറേഞ്ച് മുഴുവൻ മൺറോഡല്ലേ, ഇവിടെയൊക്കെ ഏകദേശം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. കാളവണ്ടി മാത്രം ഗതാഗത സൗകര്യം. വല്ലപ്പോഴും ജീപ്പൊക്കെ വരുമ്പോൾ എന്തൊരു ആകാംക്ഷയോടെ ഓടുകയാണ്. കാളവണ്ടിയാണ് ഗതാഗതത്തിന് പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്ന. കാളവണ്ടിക്കാരൻ കാളവണ്ടിയിൽ കരിമ്പാണെന്ന് കൃഷി, ആ കരിമ്പൊക്കെ വെച്ചുകൊണ്ട് പോകുമ്പോൾ അദ്ദേഹം അറിയാതെ പുറകിൽ കൂടെ ചെന്നിട്ട് കരിമ്പൊക്കെ ഊരി ഞങ്ങൾ ജയിച്ചെന്നുള്ള മട്ടിൽ അതെ അദ്ദേഹം അറിയാതെ കരിമ്പെടുത്തെന്നുള്ള ആ ട്രോഫി കിട്ടിയ പ്രതീതിയിൽ ആ കരിമ്പൊക്കെ വെട്ടിത്തിന്നുന്ന സമയം ഇപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഓർക്കുകയും തന്നെ ചിരിക്കുകയും അപ്പോൾ കണ്ണിൽ നിന്ന് ഉറക്കം താനെ ഇറങ്ങി പോവുകയും ചെയ്യും. അവൻ ഈ മേലോട്ട് നോക്കി ഇവിടുന്ന് വല്ലപ്പോഴൊക്കെ ഫ്ലൈറ്റ് അന്തരീക്ഷത്തിൽ കൂടെ വരുമ്പോൾ അവൻ മേഘത്തിനകത്തും മറയുന്നതിന് മുമ്പ് ആവോളം കാണാനായിട്ട് മേലോട്ട് നോക്കി ഓടുന്ന ഓട്ടത്തിനിടയ്ക്ക് വീണ് മുട്ടുപൊട്ടി മുട്ടൊക്കെ ഒന്ന് തിരുമ്പി വരുമ്പോഴത്തേനും പുള്ളിയെ കാണുകയല്ല. അല്ലേ? ഇതിപ്പോ ഒറ്റ ഫ്ലൈറ്റിൽ സീറ്റില്ലെന്ന് എന്നാ ചാർജാ? ഇത്രയും ചാർജ് ആണെങ്കിലും ഒറ്റ സീറ്റും കാലിയില്ല. അതല്ല, മുക്കൂട്ടുതറയിൽ നിന്ന് മോളിമാമ സൗദിയിലുള്ള മോളെടുത്ത് പോയി തിരിച്ച് 2 മാസം കഴിഞ്ഞ് വന്ന് 1 മാസം ഇവിടെ നിന്നിട്ട് അടുത്ത കാനഡയിലെ മോളെടുത്തോട്ട് പോവുക. ചുരുക്കി പറഞ്ഞാൽ നാട്ടിലുള്ള സമയം കുറവാ. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും വിശാലമായി ലോകരാജ്യങ്ങളിൽ സഞ്ചരിക്കാൻ പറ്റിയത് ഈ കാലത്ത് ജീവിക്കാൻ പറ്റിയത് കൊണ്ടല്ലേ എന്ന്. ഒരു 100-200 കൊല്ലം മുമ്പെങ്ങാനും ജീവിച്ചിരുന്നിരുന്നെങ്കിൽ ഇങ്ങനെ ഫ്ലൈറ്റ് യാത്ര ചെയ്യാൻ പറ്റുമായിരുന്നോ? നല്ല വാഹനങ്ങൾ യാത്ര ചെയ്യാൻ പറ്റുമായിരുന്നോ? നല്ല വീട്ടിൽ പാർക്കാൻ പറ്റുമായിരുന്നോ? നല്ല ഫുഡ് കഴിക്കാൻ പറ്റുമായിരുന്നോ? നല്ല വസ്ത്രം ധരിക്കാൻ പറ്റുമായിരുന്നോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഈ നമ്മൾ ഏത് കാലത്ത് ജീവിച്ചിരിക്കണം എന്നുള്ളതും നമ്മുടെ തീരുമാനശേഷിപ്പെട്ടതല്ല, അതും സർവശക്തന്റെ നിത്യ നിർണയത്തിൽ തീരുമാനിച്ചുറപ്പിച്ചതാ. ഇല്ലാത്തതോർത്ത് പിറുപിറുക്കാതെ, മനുഷ്യരോട് പൊട്ടിത്തെറിക്കാതെ, ദൈവത്തോട് പിറുപിറുക്കാതെ ഈ നല്ല കാലത്ത് ഇത്ര സുഖ സൗകര്യങ്ങൾ അനുഭവിച്ച് ജീവിക്കത്തക്ക നിലയിൽ എനിക്കൊരവസരം തന്ന എന്റെ ദൈവത്തിന് സ്തോത്രമെന്ന് ഇന്ന് രാത്രി ഹൃദയപരമാർത്ഥതയോടെന്ന് പറയാൻ മനസ്സുള്ളവർ മാത്രമേ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അവിടെ നിന്ന് വിശദീകരിക്കാൻ പോയാൽ എനിക്ക് ഒത്തിരി വിശദീകരിക്കേണ്ടി വരും. പക്ഷെ ഞാൻ അതിന് മുതിരുന്നില്ല. ഞാൻ ആ മേഖലയോട് വിട പറയുകയാണ്. ഒരു കാര്യം ഒന്ന് പറയാൻ. അപ്പൊ എന്റെ കുഞ്ഞുകാലത്തിലേക്ക് ഞാൻ വരികയാണ്. ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്താ പ്രശ്നം? എന്റെ വീട്ടിൽ നല്ല മിക്കവാറും ആ വീടുകളെല്ലാം പ്രശ്നം ഉണ്ടായിരുന്നു. എന്താ പ്രശ്നം? അപ്പന്റെ അടുക്കൽ ചെന്ന് മക്കളായി ഞങ്ങൾക്ക് നേരിട്ട് കാര്യം പറയാൻ പറ്റില്ല. അമ്മ വഴി വേണം കാര്യം അവതരിപ്പിക്കാൻ. പക്ഷെ അമ്മയ്ക്കും അങ്ങനെ എപ്പോഴും അപ്പന്റെ അടുക്കൽ ചെന്ന് കാര്യം പറയാൻ പറ്റിയല്ല. അപ്പന്റെ ഭാവഭേദങ്ങളൊക്കെ മനസ്സിലാക്കി വളരെ തന്മയത്വത്തോടെ വേണം അമ്മയ്ക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ. അതുകൊണ്ട് മനസ്സുമടുത്ത അന്നത്തെ മക്കൾ അമ്മമാരോട് പറഞ്ഞു, എൻ്റെ പൊന്നമ്മേ, ഇതെന്നാ ഒരു ജീവിതം അമ്മേ. അപ്പുറത്തെ അലക്സിന്റെ അപ്പനെ കണ്ടു. അവിടെ എല്ലാവരും കൂട്ടുകാരെ പോലെ, ഇവിടോ കാണ്ടാമൃഗത്തെ പോലെ.
ഉടനെ അന്നത്തെ അമ്മമാര്, എൻ്റെ പൊന്നുമക്കളെ, ഈ കാണ്ടാമൃഗത്തിന്റെ കൂടെ ഞാനല്ലാതെ വേറെ ആരാണേലും ജീവിക്കുമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കെന്നും പറഞ്ഞ് വളഞ്ഞ വഴിയിലൂടെ മക്കളുടെ സിമ്പതിയൊന്നും പിടിച്ചു വലിക്കാൻ അവര് പോയില്ല. അന്നത്തെ സാമർത്ഥ്യമുള്ള ഭക്തരായ അമ്മമാര് പറഞ്ഞത്, അപ്പുറത്തെ അലക്സിന്റെ അപ്പനേക്കാൾ സ്നേഹമുള്ള അപ്പനാ നിന്റെ അപ്പൻ. പക്ഷെ നിന്റെ അപ്പനൊരു കുഴപ്പമുണ്ട്, സ്നേഹം അകത്ത, പുറത്ത് കാണിക്കാൻ അറിഞ്ഞുകൂടാ. എനിക്ക് എല്ലാവരോടും സ്നേഹം, പക്ഷെ അകത്ത എന്ന് പറയുന്നവരോട് എൻ്റെ വിനീതമായൊരു ചോദ്യം, നിങ്ങളെ പോലെ അങ്ങനെ എല്ലാരും കൂടെ തുടങ്ങിയ ഈ ലോകത്തിന്റെ ഗതി എന്തായി മാറും? സ്നേഹം അകത്തുള്ളത് സത്യമാണെങ്കിൽ അത് ഒളിപ്പിക്കാൻ പറ്റില്ല, അത് വെളിപ്പെടുത്താനേ കഴിയൂ. വെളിപ്പെടുത്താതെ സ്നേഹം മറച്ചു വെക്കാൻ ആർക്കും പറ്റില്ല. ഇതുപോലെ എൻ്റെ ദൈവത്തിന്റെ സ്നേഹവും മറയപ്പെട്ട സ്നേഹമല്ല, സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാകുന്നത് പോലെ പരസ്യമായി വെളിപ്പെടുത്തപ്പെട്ട സ്നേഹമാണ്. ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തപ്പെട്ട രണ്ട് മേഖല ഓടിച്ചു ഞാൻ പറയാം. ഒന്ന്, യോഹന്നാന്റെ ലേഖനം, യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 9-10 വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 9-10 വാക്യങ്ങൾ. താങ്ക് യു. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന്, ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടുന്നതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള പ്രത്യക്ഷമായി സ്നേഹം പ്രത്യക്ഷമായി. അടുത്തത്, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു, തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹം. എത്രവർക്ക് സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും? നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തമാകേണ്ടുന്നതിന്, രണ്ട്, നാം യേശു ക്രിസ്തുവിനാൽ ജീവിക്കപ്പെടേണ്ടുന്നതിന്. അത് പിന്നീട് വിശദീകരിക്കാം. ദൈവം തന്റെ പുത്രനെ മനുഷ്യനായി മണ്ണിൽ അയച്ചതാണ്. മാനവവർഗത്തോടുള്ള അസന്നിഗ്ധമായ ദൈവിക സ്നേഹമെന്നോർത്ത് അതരം തുറന്ന് ദൈവത്തിന് നന്ദി പറയാൻ മനസ്സുള്ള എത്ര പേര് ഇവിടെയുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് അവിടെ ധാരാളം കാര്യങ്ങൾ പറഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്, പക്ഷെ സമയത്തിന്റെ പരിമിതി എന്നെ അനുവദിക്കുന്നില്ല. എങ്കിലും ഒരു ചെറിയ ചിന്ത പറയാം. പ്രിയരേ, യേശു അയക്കപ്പെട്ടവനാണ്. ഒരാമേനൊന്ന് പറ. യേശു അയക്കപ്പെട്ടവനാണ് എന്ന് പറഞ്ഞാൽ ആശയം എന്താ? നമ്മളെല്ലാം ജനനം കൊണ്ട് ആരംഭിക്കപ്പെട്ടവരാണ്. എന്നാൽ യേശു ക്രിസ്തു ജനനം കൊണ്ട് ആരംഭിച്ചതല്ല, പിന്നെ അയക്കപ്പെട്ടവനാണ്. എവിടെ നിന്ന് അയക്കപ്പെട്ടു? സ്വർഗത്തിൽ നിന്ന് പിതാവിനാൽ അയക്കപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ജനനം കൊണ്ട് ആരംഭിക്കപ്പെട്ടവനല്ല. സ്വയം സ്ഥിതനായ ദൈവം സ്വർഗത്തിൽ നിന്ന് മാനവവർഗത്തിന്റെ പാപപരിഹാരത്തിനായി പിതാവായ ദൈവത്താൽ മണ്ണിലേക്ക് അയക്കപ്പെട്ടവനാണ്, മണ്ണിലേക്ക് വന്നവനാണ്. കരമുയർത്തി സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? നിങ്ങൾ വേദോത്സവം വീട്ടിൽ ചെന്ന് വായിച്ചോളൂ കേട്ടോ. യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് ഇങ്ങനെ വായിക്കുന്നത്, വന്നു എന്ന് പറഞ്ഞേ. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ ജനിച്ചെന്നല്ല, ഒന്ന് ആമേൻ പറ. ലോകത്തിലേക്ക് വന്നു. കാണാതെ പോയതിനെ, നിങ്ങൾ എന്നോട് അങ്ങോട്ട് പറയുന്നു, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ ലോകത്തിൽ ജനിച്ചതെന്നല്ല, പിന്നെ ലോകത്തിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? എന്നോട് നമ്മുടെ ഷാജി പാഷ ചോദിക്കാതിരിക്കട്ടെ, അല്ല സോജൻ പാഷ ചോദിക്കാതിരിക്കട്ടെ, KJ തോമസ് എപ്പോഴാ വന്നേ? ആമേൻ പറ. എപ്പോഴാ വന്നതെന്ന് ചോദിച്ച അർത്ഥം എന്താ? ഞാൻ ഇവിടുത്തുകാരനല്ല,
ഞാൻ മറ്റൊരിടത്തുകാരനാണ്. അവർക്ക് അതിനെ കുറിച്ച് അറിയാം. അപ്പൊ അവരുടെ ചോദ്യം, അവിടെ നിന്ന് എപ്പോഴാണ് ഇവിടെ വന്നതെന്നല്ലേ? അങ്ങനാണെങ്കിൽ യേശുവിനെ കുറിച്ച് വായിക്കുന്നത് വന്നെന്നാണ്. എവിടെ നിന്ന് വന്നു? സ്വർഗത്തിൽ നിന്ന് വന്നു. ഇന്ന് രാത്രി ഒന്നുകൂടെ ഈ ദേശത്തോട് ഞാൻ വിളിച്ചു പറയുന്നു, കന്യക മറിയാമിന്റെ ഉദരത്തിൽ മനുഷ്യ കുഞ്ഞായി ജനനം കൊണ്ടാരംഭിക്കപ്പെട്ടവനല്ല, സ്വയം സ്ഥിതനായ സർവശക്തനായ ദൈവമായവൻ, സ്വയം സ്ഥിതനായവൻ, മഹാദൈവമായവൻ മനുഷ്യനായി മണ്ണിൽ വന്നതാണ് കർത്താവായ യേശു. അണപൊട്ടി ഒഴുകുന്ന ആവേശത്തിൽ അതരം തുറന്നു സ്തോത്രം പറയാൻ എത്ര പേർക്കും മനസ്സുണ്ട്? തിരിച്ചിന്തകൾ എന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. എന്തിനാ വന്ന്? ഈ ദൈവത്തിന് മാനവവർഗത്തോടുള്ള ഉജ്ജ്വലമായ സ്നേഹത്തിന്റെ ഉന്നതമായ വെളിപ്പാടാണ് ജഡത്തിൽ വെളിപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. ഒറ്റ ഉദാഹരണം പറഞ്ഞോട്ടെ. കണവല അല്ലെ, സ്ഥലത്തിന് പേര് അല്ല, മുക്കൂട്ടുതരങ്ങ് വെച്ചത് കണവല. കണവലയില് ഒരു ജെസ്സി, ഏതെങ്കിലും ജെസ്സിമാരുണ്ടെ ക്ഷമിച്ചേക്കണേ, എരുമേലി ഹോസ്പിറ്റലില് ഡെലിവറി കഴിഞ്ഞു. ഇവിടെ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ അല്ലേ? ഡെലിവറി ഒക്കെ നടക്കുന്ന ഹോസ്പിറ്റലാണേ? അല്ല, ഷാജിപ്പാസ്കോട് സംശയമുണ്ട്. ഇവിടെ അവിടെ പത്തനംതിട്ടയിലോട്ട് മാറ്റിയ പത്തനംതിട്ട മുത്തൂറ്റ് ഹോസ്പിറ്റലില് ഡെലിവറി കഴിഞ്ഞ് കിടക്കുക. ഇവിടുന്ന് ഒരു ഫേബ ജെസിയും കുഞ്ഞിനെയും കണ്ടേച്ച് മടങ്ങി വന്നു. കണമലയിൽ ഇറങ്ങി, ബസ് ഇറങ്ങി റോഡിൽ കൂടെ നടന്നു പോവുക. ഉടനെ ഒരു ഓമന നമ്മുടെ ഫേബയെ കണ്ടിട്ട് ചോദിച്ചു, ഫേബേ 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 എവിടെ പോയതാ? ഉടനെ ഫേബയുടെ മറുപടി, അമ്മാമേ മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ വരെ പോയതാ. അവിടെ നമ്മുടെ ജെസ്സി ഡെലിവറി കഴിഞ്ഞ് കിടക്കുക. അടുത്ത ഓമനയുടെ ചോദ്യം, പ്രസവിച്ചു. അടുത്ത ചോദ്യം, കുഞ്ഞ് ആണാണോ പെണ്ണാണോ? ആണാണെങ്കിൽ ആണാണ്, പെണ്ണാണെങ്കിൽ പെണ്ണാണ്. അതറിഞ്ഞു കഴിയുമ്പോൾ സംസാരം നിർത്തേണ്ടതാണ്. പക്ഷെ ചില ഓമനമാരെ കിട്ടിയാൽ അന്നത്തെ ദിവസം പോക്കാണ്. വെളുപ്പിന് 2 മണി 3 മണിയൊക്കെ ആകുമ്പോൾ ചില സഹോദരിമാരെ എഴുന്നേറ്റ് വെട്ടി വേർക്കുന്നത് കണ്ടിട്ടില്ലേ? വെള്ളം കുടിക്കുന്നു, അടുക്കളയിൽ പോകുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. പ്രഷർ താന്നല്ല, ഷുഗർ കൂടിയതൊന്നും അല്ല. ആ സമയത്ത് അവരോർത്ത് അവളോട് അതും കൂടെ ചോദിച്ചില്ലല്ലോ. ആ ചോദിക്കാൻ പറ്റാഞ്ഞതുകൊണ്ട് ഇച്ഛാഭംഗം കൊണ്ടുണ്ടായ പരവേശമാണ്. ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമില്ല. അടുത്ത ചോദ്യം, കുഞ്ഞ് വെളുത്തതാണെന്നെങ്ങാനും പറഞ്ഞാൽ കുശുമ്പ് മൂത്തോട്ട് ചോദിക്കുന്ന അടുത്ത ചോദ്യം, ചെവി വെളുത്തതാണോ? എമ്പടി മുടിയുണ്ടോ? മുടിയില്ല. അപ്പം വീട്ടുകാരായിട്ട് അവരുടെ മൂക്ക് അല്പം നീണ്ടോരാ. കൊച്ചിന്റെ മൂക്ക് നീണ്ടതാണോ പരന്നതാണോ? എന്തെല്ലാം കാര്യങ്ങൾ കിള്ളിക്കിഴിഞ്ഞ് ചോദിച്ചാൽ ചില മനുഷ്യർക്കൊരു ആശ്വാസം കിട്ടുക. ഞാൻ എന്തിനാ പറഞ്ഞറിയാവോ? എന്തെല്ലാം കാര്യങ്ങൾ കിള്ളിക്കിഴിഞ്ഞ് ചോദിച്ചാലും ആ കുഞ്ഞിനെ എന്നാ തുണി കൊണ്ടാ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനെ ഒരു തുണി കൊണ്ട് പൊതിഞ്ഞു പിടിക്കും. അതെടുത്ത് പറയത്തക്ക ചോദിക്കത്തക്ക സവിശേഷതയുള്ള കാര്യമല്ല, കേവലം നിസ്സാര കാര്യമാണ്. എന്നാൽ ഒരു നവജാത ശിശുവിന്റെ കാര്യത്തിൽ മാത്രം ആധികാരിക ചരിത്ര രേഖയുണ്ട്. അദ്ദേഹത്തെ എങ്ങനെ കിടത്തിയതെന്ന് വായിക്കേണ്ട. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 7-ാം വാക്യം, അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. അടിവരയിട്ട് ഞാൻ പറയുന്നു, അവൾ ഏകജാതനായ മകനെ പ്രസവിച്ചെന്നല്ല. അറിയാവുന്നവർ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞ്, അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ ശീലകൾ പൊതിഞ്ഞ് പശുത്തൊട്ടിയിൽ കിടത്തി. 12-ാമത്തെ വാക്യം, നിങ്ങൾ കടയാളമോ? ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടത്തപ്പെട്ടിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. കണമല ദേശനിവാസികളോട്, പ്രബുദ്ധരായ മാന്യ ശ്രോതാക്കളോട് ഞാൻ ചോദിക്കുന്നു, ഒരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനെ ഏതെങ്കിലും ഒരു തുണി കൊണ്ട് പൊതിഞ്ഞു പിടിക്കും. അത് സ്വാഭാവിക കാര്യം മാത്രമാണെങ്കിൽ എന്തുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ജനന വൃത്താന്തം തിരുവെഴുത്തെഴുതിയപ്പോൾ 2 പ്രാവശ്യം എടുത്തു ധരിച്ചു, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടത്തി? അങ്ങനെ എഴുതാൻ ഒരു കാരണമുണ്ട്. ഈ ശീലകൾക്കകത്ത് ചുറ്റപ്പെട്ട് കിടത്തപ്പെട്ടിരിക്കുന്ന ഈ വ്യക്തിത്വമുണ്ടല്ലോ, ഇദ്ദേഹം പണ്ടിങ്ങനെയായിരുന്നില്ല. പിന്നെ എങ്ങനെയായിരുന്നു? 104-ാം സങ്കീർത്തനം വായിക്കേണ്ട 1-2 വാക്യങ്ങൾ
എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എന്റെ ദൈവമായ കർത്താവേ, അങ്ങേറ്റവും വലിയവൻ, മഹത്വവും തേജസ്സും അങ്ങ് അണിഞ്ഞിരിക്കുന്നു. വസ്ത്രം ധരിക്കും പോലെ അങ്ങ് പ്രകാശത്തെ ധരിച്ചിരിക്കുന്നു. മഹത്വം അണിഞ്ഞിരുന്നവൻ, തേജസ് അണിഞ്ഞിരുന്നവൻ, വസ്ത്രം ധരിക്കും പോലെ പ്രകാശത്തെ ധരിച്ചിരുന്നവൻ, ആ മഹത്വം വേണ്ടെന്ന് വെച്ചിട്ട്, ആ തേജസ് വേണ്ടെന്ന് വെച്ചിട്ട്, ആ പ്രകാശം വേണ്ടെന്ന് വെച്ചിട്ട്, ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും, താൻ മാത്രം അമർത്തതയുള്ളവനും മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും കാണാൻ കഴിയാത്തവനുമായ മഹാദൈവമായ കർത്താവായ യേശു ക്രിസ്തു ശീലകൾക്കകത്ത് ചുറ്റപ്പെട്ട് പശുത്തൊട്ടിയിൽ കിടത്തപ്പെട്ടു. ഇന്ന് രാത്രി രക്ഷിതാവിനോട് ചോദിക്കാം, യേശു കർത്താവേ, അങ്ങയുടെ മഹത്വം വേണ്ടെന്ന് വെച്ചിട്ട്, അങ്ങയുടെ തേജസ് വേണ്ടെന്ന് വെച്ചിട്ട്, അങ്ങയുടെ പ്രകാശം വേണ്ടെന്ന് വെച്ചിട്ട്, അങ്ങയുടെ മഹത്വം വേണ്ടെന്ന് വെച്ചിട്ട്, അനന്തകോടി ദൂതന്മാരെയും അവരുടെ ആരാധനയെയും എന്തിനേറെ പറയുന്നു, സ്വർഗത്തെ പോലും വേണ്ടെന്ന് വെച്ചിട്ട് ഒരു പശുത്തൊഴുത്തിൽ ശീലകൾക്കകത്ത് ചുറ്റപ്പെട്ട് കിടത്തപ്പെടാൻ അങ്ങയെ പ്രേരിപ്പിച്ച പ്രേരക ശക്തി എന്താണ്? അതിന് കണമല ദേശത്തോട് ഇന്ന് രാത്രി ദൈവത്തിന് പറയാനുള്ളത്, KJ തോമസേ, എന്റെ മഹത്വം വേണ്ടെന്ന് വെച്ച്, എന്റെ തേജസ് വേണ്ടെന്ന് വെച്ച്, എന്റെ പ്രകാശം വേണ്ടെന്ന് വെച്ച്, സ്വർഗം വേണ്ടെന്ന് വെച്ച്, അനന്തകോടി ദൂതന്മാരെയും അവരുടെ ആരാധനയെയും വേണ്ടെന്ന് വെച്ച് ശീലകൾക്കകത്ത് ചുറ്റപ്പെട്ട് പശുത്തൊഴുത്തിൽ കിടത്തപ്പെടാൻ എന്നെ പ്രേരിപ്പിച്ച പ്രേരക ശക്തിയാണ് നിന്നോടുള്ള എന്റെ സ്നേഹം. അവർണ്ണനീയ സ്നേഹത്തിന് ഇന്ന് രാത്രി ആരാധന എന്ന് പറയാൻ മനസ്സുള്ള ദൈവമക്കൾ കരവും ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എന്റെ മാന്യ സുഹൃത്തേ, ദൈവത്തിന് താങ്കളോടുള്ള സ്നേഹം ദൈവം വെളിപ്പെടുത്തിയ ഉജ്ജ്വലമായ വെളിപ്പാടാണ്. ജഡത്തിൽ വെളിപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. എനിക്ക് അവിടെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവിടെയോടും ഞാൻ വിട പറയുകയാണ്. 2, മാനവവർഗത്തോടുള്ള ദൈവസ്നേഹത്തിന്റെ ഉജ്ജ്വലമായ വെളിപ്പാടാണ് യേശു ക്രിസ്തുവിന്റെ ക്രൂശും മരണം. റോമാലേഖനത്തിലേക്ക് വരാം. റോമാലേഖനം 5-ാം അധ്യായം 7-8 വാക്യങ്ങൾ. റോമാലേഖനം 5-ാം അധ്യായം 7-8 വാക്യങ്ങൾ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ, അതിനു മുമ്പ് നീതിമാന് വേണ്ടി, 5:7 നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ സ്തോത്രം ചെയ്ത് പറഞ്ഞേ, ക്രിസ്തുവോ പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. കരമുയർത്തിയ ആ വാക്കിന് എത്ര പേർക്ക് സന്തോഷത്തോടെ രാമേം പറയാൻ കഴിയും? ഞാൻ ആ ഭാഗം ഒന്ന് വിശദീകരിച്ചു കൊള്ളട്ടെ. എത്ര മനോഹരമായിട്ടാണ് പൗലോസ് അത് അവതരിപ്പിക്കുക. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം. എന്താ എന്റെ അർത്ഥം? നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുമായിരിക്കാം. ഏതാ? അദ്ദേഹം ഒരു നല്ല മനുഷ്യനാ, ഒരു നീതിമാനാ. അദ്ദേഹം കൊല്ലപ്പെടാൻ പാടില്ല, അദ്ദേഹത്തിന് പകരം ഞാൻ മരിച്ചോളാം എന്ന് ഒരു പക്ഷേ മനുഷ്യന് പറഞ്ഞേക്കാം. ഒരാമേനെന്ന് പറ. അതിനാരെങ്കിലും തയ്യാറായേക്കാം. നമ്മൾ പറയല്ലേ, ലക്ഷങ്ങളിൽ ലക്ഷണമൊത്തവൻ എന്നൊക്കെ പറയല്ലേ. എന്നതുപോലെ നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം. അർത്ഥം ദുർലഭമായി അങ്ങനെ സംഭവിച്ചെന്ന് വരാം. സ്തോത്രം എന്ന് പറഞ്ഞു. 2, ഗുണവാനു വേണ്ടി പക്ഷേ മരിക്കാൻ തുനിയുമായിരിക്കും. ഗുണവാനു വേണ്ടി എന്ത് ചെയ്യും? മരിക്കും. ഉദാഹരണം പറയാവേ. ഒരു തീവ്രവാദി ആക്രമണം നടന്ന് രക്ഷപ്പെട്ടൊരു മനുഷ്യന്റെ സാക്ഷ്യം ഞാൻ വായിച്ചു ഓർക്കുന്നുണ്ട്. ബസ്സില്
അനേകരിങ്ങനെ യാത്രയാണ്. പെട്ടെന്ന് തീവ്രവാദികൾ ബസ്സിനകത്തോട്ട് ഇരച്ചു കയറി തുടിതുടാ വെടിവെക്കാൻ തുടങ്ങി. ഇദ്ദേഹം ഇരുന്ന സീറ്റിൽ നിന്ന് തറയിലേക്ക് വീണു, ആകസ്മികമായിട്ട് വീണു. വീണ സമയത്ത് വെടി ഇദ്ദേഹത്തിനെതിരെ വരികയാണ്. പക്ഷേ വെടിയൊച്ച കേൾക്കാൻ തൻ്റെ ശരീരത്തിൽ വെടിയുണ്ടൊന്നും കയറുന്നില്ല. തൻ്റെ പുറത്ത് എന്തോ ഒരു വലിയ ഭാരം. നോക്കുമ്പോൾ ആരോ തനിക്ക് വെടിയേക്കാതിരിക്കാൻ തൻ്റെ ശരീരത്തിന് പുറത്ത് കവിണ്ണ് കിടക്കുകയാണ്. ആ ശരീരത്തിലേക്കാണ് വെടിയുണ്ടകൾ ചീറി കയറുന്നത്. അവസാനം തീവ്രവാദികൾ ഇറങ്ങിപ്പോയ ശേഷം തന്നെ ഈ മരണത്തിൽ നിന്ന് രക്ഷിച്ച ആൾ ആരാന്ന് അറിയാനായിട്ട് ആ ദേഹത്ത് കിടന്ന ആ ശരീരം ഉണ്ടല്ലോ, ആ മൃതശരീരം, അത് മറിച്ചിട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് സ്വന്തം ഭാര്യയാണ്. ഭർത്താവിന് വെടിയേൽക്കുന്നത് കണ്ടിട്ട് ആ ഭാര്യ ഭർത്താവിന്റെ ശരീരത്തിലേക്ക് കവിഴ്ന്നു കിടന്നു. ഒരു പക്ഷെ അവർ ചിന്തിച്ചത് ഭർത്താവില്ലാതെ ജീവിച്ചിട്ട് കാര്യമൊന്നും ഇല്ല, എനിക്ക് ജീവിക്കാൻ പറ്റില്ല, മക്കളെ വളർത്താൻ പറ്റില്ല, ഇനി ഞാൻ പോയാലും ഭർത്താവ് ജീവനോടിരുന്നാൽ മക്കൾക്കൊരു സുരക്ഷിതത്വം ഉണ്ടാകുമെന്ന ചിന്ത കൊണ്ടൊക്കെ ആയിരിക്കാം. ഒരുപക്ഷെ ഭർത്താവിനോടുള്ള സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ടായിരിക്കാം അങ്ങനെ മരണത്തിന് തയ്യാറായത്. ഭർത്താവ് മരിക്കേണ്ട സ്ഥാനത്ത് ആ തീവ്രവാദി ആക്രമണത്തിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കേണ്ടതിന് അദ്ദേഹത്തിന്റെ ശരീരത്ത് കവിഴ്ന്നു കിടന്ന് വെടിയുണ്ടകളേറ്റ് ആ സഹോദരി മരിച്ചു. ഗുണവാനു വേണ്ടി. സന്തോഷത്തോടെ ആമേനെന്ന് പറ. ഗുണവാനു വേണ്ടി പക്ഷേ മരിക്കാൻ തുനിയുമായിരിക്കും. ഒന്നുകൂടെ ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞ്, നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിക്കാൻ തുനിയുമായിരിക്കും. എന്നാൽ ക്രിസ്തുവോ, ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞേ പ്രിയരെ, നമ്മൾ നീതിമാന്മാരായത് കൊണ്ടല്ല, നമ്മൾ ഗുണവാന്മാരായത് കൊണ്ടുമല്ല. തിരുവെഴുത്ത് പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുവൻ പോലുമില്ല, എല്ലാവരും ഒരുപോലെ വഴിതെറ്റി കൊള്ളരുതാത്തവരായി മാറി, എല്ലാവരും പാപികളായി മാറി. നാം നീതിമാന്മാരല്ലായിരുന്നു, നാം ഗുണവാന്മാരല്ലായിരുന്നു. നീതിമാന് വേണ്ടി പക്ഷേ മരിക്കുമായിരിക്കാം, ഗുണവാന് വേണ്ടി പക്ഷേ മരിക്കാൻ തുനിയുമായിരിക്കാം. എന്നാൽ ഒരു പാപിക്കു വേണ്ടിയും അനീതി പ്രവർത്തിക്കുന്ന ദുഷ്ടനു വേണ്ടി ആരും ദുഷ്ടനാണെന്നറിഞ്ഞുകൊണ്ട് അനീതിക്കാരനാണെന്നറിഞ്ഞുകൊണ്ട് മരിക്കാൻ വന്നിട്ടില്ല. എന്നാൽ തിരുവെഴുത്ത് പറയുന്നു, ക്രിസ്തുവോ, ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്തു പറ, നാം പാപികളായിരിക്കെ, നാം ശത്രുക്കളായിരിക്കെ, നാം ബലഹീനരായിരിക്കെ, നാം അഭക്തരായിരിക്കെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം വെളിപ്പെടുത്തപ്പെട്ടു. അണപൊട്ടി ഒഴുകുന്ന ആവേശത്തിലല്ലാതെ ഇന്ന് രാത്രി ഈ വാക്കിന് സ്തോത്രം പറയാൻ കഴിയോ? വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമടിച്ച് അല്പനിമിഷം ഈ രാത്രി ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹൃദയം നന്ദിയാൽ ദൈവസന്നിധിയിൽ നിറയും. എനിക്ക് ക്രൂശിന് ചുവട്ടിൽ ഒത്തിരി നേരം നിന്നാൽ കൊള്ളാവുന്നുണ്ട്. പക്ഷെ അതീവ ഗൗരവമായ ഒരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്. ഞാൻ ഈ മേഖലയോട് ഇവിടെ പറയുകയാണ്. തലയിൽ മുൾക്കിരീടം ചൂടപ്പെട്ട്, കണ്ണുകെട്ടി തല്ലപ്പെട്ട്, മുഖത്ത് തുപ്പലേൽക്കപ്പെട്ട്, പുറം ഉഴുവുചാലു പോലെ അടിച്ചു കീറപ്പെട്ട്, ക്രൂശിന്റെ ക്രോസ് ഭാഗം തന്റെ ചുമലിൽ ഏറ്റെടുത്ത് യെരൂശലേം തെരുവീതിയിലൂടെ വലത്തോട്ടും ഇടത്തോട്ടും വലത്തോട്ടും വീണ്ടും എണീറ്റും വീണ്ടും രക്തത്തുള്ളികൾ ഇട്ടിട്ട് വീഴ്ത്തി എന്റെ രക്ഷിതാവും നടന്നു നീങ്ങുന്നു. അവസാനം തലയോടിടമെന്ന ഗോൽഗൊഥ മലയുടെ മുകളിൽ ഇരു കള്ളന്മാരുടെ നടുവിൽ അസ്ഥികളുടെ ബന്ധമെല്ലാം വിച്ഛേദിക്കപ്പെട്ട് അവൻ മുൾക്കിരീടം ചൂടിയ തല മറ്റൊരിടത്തും ചായ്ച്ചു വെക്കാൻ ഇടമില്ലാതിരുന്നത് കൊണ്ട് സ്വന്തം തോളോട് ചായ്ച്ചു വെച്ച് എന്റെ രക്ഷിതാവ് പ്രാണനെ വെടിയുന്നതിന് തൊട്ടു മുൻപ് ക്രൂശിന് ചുവട്ടിൽ നിൽക്കുന്നവരും വഴി പോകുന്നവരും വിമർശനത്തിന്റെ വിരൽത്തുമ്പുകൾ ചൂണ്ടിക്കൊണ്ട് വിളിച്ചു പറയുന്നു, നീ ദൈവ
ദൈവപുത്രനാണെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ, ഞങ്ങൾ നിന്നെ വിശ്വസിക്കാം. നമുക്കെല്ലാവർക്കും വലുത് നമ്മുടെ ആത്മാഭിമാനമാണ്. ആത്മാഭിമാനത്തിനെതിരെ വിരൽ ചൂണ്ടിയാൽ ഞാനും നിങ്ങളും വകവെച്ചു കൊടുക്കില്ല. എത്രയോ പേർക്ക് രക്ഷയും വിശ്വാസ സ്നാനവും വേർപെട്ടുള്ള ആരാധനയും സത്യമാണെന്നറിയാം. പക്ഷേ ആത്മാഭിമാനം എന്ന ദുരഭിമാനം നിമിത്തം അറിഞ്ഞ സത്യം അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ നടിച്ചു ജീവിക്കുന്ന എത്ര പേരുണ്ട്. ഇന്ന് രാത്രി എന്റെ മാന്യ സഹോദര, മാന്യ സഹോദരി, നിനക്ക് വേണ്ടി ആത്മാഭിമാനം പോലും ക്രൂശിൽ പണയം വെച്ച് സ്നേഹിച്ചു മരിച്ച യേശുവിനായി ഇന്ന് രാത്രി ആത്മാഭിമാനം എന്ന ദുരഭിമാനങ്ങൾ മാറ്റിവെച്ചിട്ട് അറിഞ്ഞ സത്യത്തിലേക്ക് ഇറങ്ങി വരാൻ പരിശുദ്ധാത്മാവ് ആഹ്വാനം തരുമ്പോൾ എന്നോട് ചേർന്ന് ആദരം തുറന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് ഈ രാത്രി മനസ്സുണ്ട്? ദൈവപുത്രനാണെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ, ഞങ്ങൾ നിന്നെ വിശ്വസിക്കാമെന്നും പറയുമ്പോൾ ആണി ഊരി ക്രൂശിൽ നിന്ന് യേശുവിന് വരാമായിരുന്നു. അത് അസാധ്യമായിരുന്നില്ല. എന്നാൽ ആണി ഊരി ക്രൂശിൽ നിന്ന് വരാതിരുന്നത് നിസ്സഹായത കൊണ്ടല്ല പ്രിയരേ, എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. ഞാൻ ആണി ഊരി ഇവരുടെ മുമ്പിൽ ജയാളിയാണെന്ന് തെളിയിച്ചാൽ പാവം KJ തോമസിന്റെ പാപപരിഹാരം നടക്കപ്പെടാതെ പോകുകയും അവൻ നിത്യം നരകത്തിൽ നിബന്ധിക്കുകയും ചെയ്യും. എന്നോടുള്ള സ്നേഹം കൊണ്ട് ക്രൂശിലെ വേദനയും അതിനേക്കാൾ ശാരീരികമായ വേദനയേക്കാൾ മാനസികമായ മുറിവുകളേറ്റ് പാത്രമായി അപമാനിതരായി എന്റെ രക്ഷിതാവ് ക്രൂശിൽ തൂങ്ങിക്കിടക്കാൻ കാരണം എന്നോടുള്ള സ്നേഹമാണെന്ന് ഇന്ന് രാത്രി ഓർത്തോർത്ത് ആദരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട് പ്രിയരെ? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹം മാനവ വർഗത്തോട് ദൈവം വെളിപ്പെടുത്തിയ ഉജ്ജ്വലമായ രംഗമാണ്. ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് പിറകിൽ തലയോടിടമെന്ന ഗോൽഗോഥാ മലയിൽ ഉയർത്തപ്പെട്ട ക്രൂശും ആ ക്രൂശിൽ മരിച്ച യേശു ക്രിസ്തുവുമെന്ന് ഈ രാത്രി കടമല ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയുന്നു. അതിനുള്ള അവസരം തന്ന ദൈവത്തിന് ഈ രാത്രി സ്തോത്രം. അടുത്ത പ്രധാന ഒരു ചിന്ത കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 9:15 നിർത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഓടിച്ചു പറഞ്ഞ് അവസാനിപ്പിക്കുക. എന്തിന് ദൈവം നമ്മെ സ്നേഹിച്ചു? രാമൻ എന്ന് പറഞ്ഞ് കുറുവാക്യം, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിന്. അത് എന്തിനാ സ്നേഹിച്ച്? 2 കാര്യത്തിനാ. അറിയാവുന്നവർ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പറ. 1, നിത്യജീവൻ തരാൻ സ്നേഹിച്ചു. 2, നശിച്ചു പോകാതിരിക്കാൻ സ്നേഹിച്ചു. എന്താ നിത്യജീവൻ തരാൻ സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ? എന്താ നശിച്ചു പോകാതിരിക്കാൻ സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ? നിത്യജീവൻ എന്ന് പറഞ്ഞാൽ പലരും ധരിച്ചു വച്ചിരിക്കുന്നത് ഒരിക്കലും തീരാത്ത ജീവിതം എന്നാണ്. അങ്ങനല്ല. വേദപുസ്തകം സൂക്ഷ്മമായി പഠിച്ചാൽ നിത്യജീവൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരിക്കലും തീരാത്ത ജീവിതം എന്നതിനേക്കാൾ അല്പം കൂടെ മെച്ചമായ ഒരു അനുഭവമാണ്. കാരണം സ്വർഗത്തിൽ മാത്രമല്ല ജീവിതം തീരാത്തത്, നരകത്തിലും ജീവിതം തീരുന്നില്ല. രണ്ടും നിത്യമാണ്. അങ്ങനെയാണെങ്കിൽ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിത്യജീവൻ എന്താണെന്ന് അറിയണമെങ്കിൽ ജീവൻ എന്താണെന്ന് അറിയണം. ജീവൻ എന്താണെന്ന് അറിയണമെങ്കിൽ ഒരുമിച്ച് രാമൻ പറഞ്ഞു പറ, മരണം എന്താണെന്ന് അറിയണം. മരണം എന്ന് പറഞ്ഞാൽ വേർപാടെന്നാണ്. ജീവൻ എന്ന് പറഞ്ഞാൽ ഒരുമിച്ചിരിക്കുക എന്ന ആശയമാണ്. 3 ജീവനുണ്ടെന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു, 3 മരണമുണ്ടെന്നും തിരുവെഴുത്ത് വ്യക്തമാക്കുന്നു. ഒന്നാമത്തെ ജീവൻ ശാരീരിക ജീവനാണ്. മനുഷ്യന്റെ ദേഹവും ദേഹിയും ആത്മാവും ഒരുമിച്ചിരിക്കുന്ന അനുഭവത്തിന് പറയുന്ന പേരാണ് ശാരീരിക ജീവൻ. അതിന്റെ നേരെ മറുവശമാണ് ശാരീരിക മരണം. മനുഷ്യന്റെ ശരീരവും മനുഷ്യന്റെ ആത്മാവും തമ്മിൽ വേർപെടുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ശാരീരിക മരണം. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുക, ആത്മാവില്ലാത്ത ശരീരം നിർജീവമാണ്.
അടുത്തത് ആത്മീക ജീവൻ. എന്താ ആത്മീക ജീവൻ? സുബോധമുള്ളപ്പോൾ, ചിന്താശേഷിയുള്ളപ്പോൾ, മർത്യശരീരത്തിൽ ശരീരത്തിൽ ജീവന്റെ തുടിപ്പുകൾ ഉള്ളപ്പോൾ, പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനനത്താൽ ദൈവവുമായി ഉളവായ നിലനിൽക്കുന്ന സ്നേഹക്കൂട്ടായ്മ ബന്ധത്തിന് പറയുന്ന പേരാണ് ആത്മീക ജീവൻ. അത് അനുഭവിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി പന്തലിൽ വന്നിട്ടുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ എന്നോട് പിണങ്ങരുത്. അത് വെപ്പുവല്ല് പോലെ അല്ല. രാമേൻ എന്ന് പറ. അവൻ എപ്പോഴുണ്ട്? വെപ്പുവല്ല് എപ്പോഴൊക്കെ ഉണ്ട്. മാസയോഗം, കൺവെൻഷൻ, ഉപവാസ പ്രാർത്ഥന, സഭായോഗം, 4 ആള് കൂടുന്നിടത്തല്ല അവൻ വെളുക്ക ചിരിച്ചോണ്ടുണ്ട്. ചിരിയൊക്കെ കണ്ടാൽ എന്നാ നല്ല ചിരിയാ. പക്ഷെ ആരും കാണാത്തപ്പോൾ അവൻ വല്ല ലായനിയിലുമാണ്. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? 4 ആള് കൂടുന്നിടത്ത് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളല്ല കേട്ടോ, അഭിനയങ്ങളല്ല.